മോർണിംഗ് ധന്യ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മുല്ലപ്പെരിയാർ നാളെ പൊട്ടും. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. മുല്ലപ്പെരിയാർ പൊട്ടും, കേരളം 3 വരും, നടുക്ക് വെള്ളം, 3 ജില്ലകൾ ഇല്ലാതാവും, ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിക്കും. ഇത് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് റസൽ ജോയ് ചാനലുകൾ തോറും കയറി ഇറങ്ങി പറയുന്നത് ഇത് സീസണലാണ്. ഓരോ വിഷയം ഉണ്ടാവുമ്പോൾ ഇത് ചർച്ചയിലേക്ക് വരും, അത് കഴിയുമ്പോൾ ഇത് വീണ്ടും അടിയിലാവും. അടുത്തൊരു ഉരുൾപൊട്ടലോ കൊടുങ്കാറ്റോ ഉണ്ടാകുമ്പോൾ വീണ്ടും മുല്ലപ്പെരിയാർ വരും. അപ്പോൾ ഇതിങ്ങനെ ഒരു നീണ്ട പ്രോസസ്സായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് രോഹിത്തിന്റെ ഒരു അഭിപ്രായം? പൊട്ടോ മനുഷ്യനിർമ്മിതമായ ഏത് നിർമ്മാണ പ്രവർത്തനങ്ങളും തകർന്നടിച്ച ചരിത്രമാണ് നമുക്കുള്ളത്. മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കി വെച്ച ആൾ പോലും പറഞ്ഞത് 55-60 വർഷമാണ് ഇതിന്റെ കാലപ്പഴക്കമെന്ന്. 135 വർഷങ്ങൾ താണ്ടിയ ഒരു ഡാം പൊട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? അതിനെ നീ അഡ്വക്കേറ്റ് റസൽ ജോയി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചാനലുകളിൽ മുഴുവൻ കയറി ഇറങ്ങി വാദിക്കുന്നു എന്ന് പറഞ്ഞു. ചാനലുകളിൽ മാത്രമല്ല അദ്ദേഹം വാദിക്കുന്നത്, സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് സഹായിക്കാൻ പറ്റുന്നവരുടെ സഹായങ്ങൾ പറ്റിക്കൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ കേസിനൊപ്പം ഒന്ന് കൂടാൻ, കക്ഷി ചേരാൻ കേരള സർക്കാർ തയ്യാറായാൽ കേരളത്തിന് അനുകൂലമായൊരു വിധി ഉണ്ടാകും എന്ന് റസൽ ജോയി ഉറപ്പിച്ചു പറയുകയാണ്. അതിനുവേണ്ടി അദ്ദേഹം രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും സഹായം തേടുകയാണ്. സാമ്പത്തിക സഹായമല്ല, നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിക്ക് പെറ്റീഷൻ കൊടുക്കാൻ അദ്ദേഹം ഒരു ഓൺലൈനിൽ ഒരു പോർട്ടൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. റസൽ ജോയിയുടെ ലക്ഷ്യം അദ്ദേഹത്തിന് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. റസൽ ജോയി സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ് എന്താണെന്ന് അറിയാമോ തന്നെ? റസൽ ജോയി സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യണമെന്നല്ല, മുല്ലപ്പെരിയാർ പൊളിക്കണമെന്നല്ല. നമ്മൾ മനസ്സിലാക്കണം, റസൽ ജോയി പറഞ്ഞിരിക്കുന്നത് ഒരു അതിവിദഗ്ധ സമിതിയെ കൊണ്ട് മുല്ലപ്പെരിയാറിൽ സൂക്ഷ്മ പരിശോധന നടത്തണമെന്നുള്ളതാണ് റസൽ ജോയി നടത്തുന്ന കേസ്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലോടെ കേന്ദ്ര ജലവിഭവ വകുപ്പ് അതിന് തയ്യാറെടുക്കുന്നു. ഒരു സൂക്ഷ്മ പരിശോധന മുല്ലപ്പെരിയാറിൽ സാധ്യമാകുന്നു. മുല്ലപ്പെരിയാർ നാളെ തകർന്നേക്കാം. ഞാനൊരു ഹൈഡ്രോളജിസ്റ്റുമായി നടത്തിയൊരു ഇന്റർവ്യൂ ഉണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ്, മുല്ലപ്പെരിയാർ ഭൂകമ്പ സാധ്യതാ മേഖലയിലാണ് നിൽക്കുന്നത്. 3 തവണ അവിടെ ഭൂകമ്പ മാപിനിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇത്തരം വൈബ്രേഷൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അടിയിൽ. അപ്പോ പലരും പറയും മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഗ്രാവിറ്റി ഡാമാണ്, അത് ഒരിക്കലും തകരില്ല, പാറ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, സുർക്കി മിശ്രിതം ഗ്യാപ്പ് അടയ്ക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഭൂകമ്പത്തിൽ തകരാത്തായ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് കാരണം കൊണ്ടാകട്ടെ, കാലപ്പഴക്കം കൊണ്ടാകട്ടെ, ഭൂകമ്പം കൊണ്ടാകട്ടെ, എന്തുകൊണ്ടോ ആകട്ടെ, ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെ ഓർത്ത് മലയാളി ഓരോ ദിനരാത്രങ്ങളിലും പേടിച്ചു ഭയന്ന് കഴിയുന്നുണ്ട്. ഒന്ന് ചോദിച്ചോട്ടെ, അപ്പൊ ഈ മുല്ലപ്പെരിയാർ ഡാമിൽ ഇതുവരെ പഠനങ്ങൾ നടന്നിട്ടില്ല എന്നാണ്? ഇതിനു മുൻപ് ജസ്റ്റിസ് KT തോമസ് അംഗമായിരുന്ന വേറെ 2 പേര് കൂടെ ചേർന്ന് നടത്തിയ ഒരു പഠനം ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അദ്ദേഹം അത് പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാം തകരില്ല, കാരണം ഇപ്പൊ 55-60 വർഷമാണ് ഒരു ഇതിന്റെ ആയുസ് എന്ന് പറഞ്ഞു. ഇപ്പൊ 1984 ഇത് 3 തവണ പുനർനിർമ്മിച്ചു, ബലപ്പെടുത്തിയിരുന്നു. ആ ബലപ്പെടുത്തലോടെ ആ ഡാമിന് ഒരു പുതിയ ഡാമിന്റെ ആ ഒരു ശക്തി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴും അതിനൊരു 40 വർഷത്തെ പഴക്കമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നോക്കിയാലും ഇനിയും ഒരു 15-20 വർഷം കൂടെ മുല്ലപ്പെരിയാർ ഡാം സേഫായി നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ KT തോമസ് അത് കേട്ടിട്ടുണ്ടായിരുന്നു. 75 വയസ്സുള്ള ഒരു അമ്മാവനെ കൊണ്ടുവന്ന് ബൈപ്പാസ് സർജറി നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ ഹൃദയം ഇനി ഒരു 75 വർഷം ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് നമ്മളൊരു വീട് നിർമ്മിച്ചു. അപ്പൊ അതിനെന്തെങ്കിലും ഒരു കേടുപാട് വരാൻ സാധ്യതയുണ്ട്. ആ കാലപ്പഴക്കം ആകുമ്പോൾ അത് നമ്മൾ മെയിൻ്റെനൻസ് ചെയ്ത് നിലനിർത്താൻ എത്ര കാലം നിലനിർത്താൻ പറ്റും? അതുപോലെയാണോ ഡാം? ഒരു വീട് പോലെയോ ഒരു മനുഷ്യ ശരീരം പോലെ അല്ല ഡാം. അവിടെ കെട്ടി നിൽക്കുന്നത് 15 TMC ജലമാണ്. ഈ ജലം അതിലേൽപ്പിക്കുന്ന സമ്മർദ്ദമുണ്ട്. നോക്കൂ, ഇതിൽ കേസ് നടത്തുന്ന ഈ ഏതെങ്കിലുമൊക്കെ ഇവിടുത്തെ കമ്മീഷൻ പറയുക എന്നുള്ളതല്ല. അദ്ദേഹം അതിൽ കൃത്യമായി പറയപ്പെടുന്നത്, റസൽ ജോയി പറയുന്നത്, വിദഗ്ധ സമിതിയെ വിദേശ ഏജൻസികളെ കൊണ്ടുവന്ന് ഇതിൽ പഠനം നടത്തണം. സ്വാഭാവികമായും ഇതിന്റെ അടിത്തട്ടിൽ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് വെള്ളത്തിൽ നിൽക്കുന്ന ഒന്നാണ്. വെള്ളത്തിനടിയിൽ ഈ പറയപ്പെടുന്ന മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യാൻ അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാകാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. എന്തോ ആയിക്കോട്ടെ, ഇത് തകരുകയോ തകരാതിരിക്കുകയോ ചെയ്യട്ടെ, മലയാളിയുടെ ഭയം മാറ്റേണ്ടുന്നത് ഭരിക്കുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഈ ഭയം ആരാണ് ഈ പറയപ്പെടുന്ന ആളുകളിലേക്ക് വാരി എറിഞ്ഞത്? റസൽ ജോയി അല്ല, മാധ്യമങ്ങളല്ല, നമ്മൾ ആരുമല്ല. അതിവിടെ ഭരിക്കുന്ന പിണറായി വിജയനും VS അച്യുതാനന്ദനും അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി മുല്ലപ്പെരിയാർ പൊട്ടുമെന്നും മുല്ലപ്പെരിയാർ സംരക്ഷിക്കണമെന്നും കേരളത്തിലുടനീളം ഒരു മനുഷ്യച്ചങ്ങല തീർത്തിരുന്നു. അവരെ ഭയപ്പെടുത്തിയത് അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം കഴിഞ്ഞ് അവരിപ്പോ ഇവിടെ വന്ന മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോ
മലയാളിക്ക് വേണ്ടി അണ്ണൻ തമ്പി കളിക്കുന്ന അപ്പുറത്തിരുന്നിട്ട് സ്റ്റാലിനുമായിട്ട് അണ്ണൻ തമ്പി കളിക്കുമ്പോൾ നിങ്ങൾ ഈ ബന്ധങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കേരളത്തിന് വേണ്ടി ശക്തമായി വാദിക്കാൻ പിണറായി വിജയനെ കൊണ്ട് സാധിക്കുന്നില്ല. ഇവിടെ കേന്ദ്രം ഇടപെടുന്നുണ്ട്. കേന്ദ്ര ജലവിഭവ വകുപ്പ് കൃത്യമായി അവിടെ നിരീക്ഷണം നടത്താനുള്ള തീരുമാനം എത്തിയിട്ടുണ്ട്. ആ നിരീക്ഷണ റിപ്പോർട്ട് വരട്ടെ. അവർ പറയാണ് മുല്ലപ്പെരിയാർ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ ഇല്ല. നോക്കൂ, കേന്ദ്രം റെഡ് അലേർട്ട് കൊടുത്തു എന്ന് പറയുന്ന വയനാട്ടിൽ ഈ പറയപ്പെടുന്ന വയനാട് ദുരന്തം ഉണ്ടായി. പോയതാർക്കാ? അവിടുത്തെ കുറെ ജനങ്ങൾക്കാ. മാധ്യമങ്ങൾ പോലും മറന്നു. കിട്ടാനുള്ള ശവശരീരങ്ങൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല. ആ മനുഷ്യർ എവിടെയാണെന്ന് അറിയില്ല. വളരെ ലാഘവത്തോടെ പറഞ്ഞു ഇത് പൊട്ടും എന്ന് പറയുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഇത് പൊട്ടി വന്നാൽ ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂരിന്റെ ഒരു ഭാഗം നമുക്ക് ഈ 15 TMC ജലം ഒഴുകി വരുന്നത് എങ്ങോട്ടാ? ഇടുക്കി, ചെറുതോണി ഡാമുകളിലേക്കാണ്. ഇപ്പം വെള്ളത്തെ പഠനങ്ങൾ ഇപ്പൊ ഈ അടുത്ത് വന്ന പഠനങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ ഇത് സാധ്യമല്ല. ഏത് പഠനം? അല്ല, ഇപ്പൊ തന്നെ 12 മാസത്തിനുള്ളിൽ മുല്ലപ്പെരിയാറിന്റെ പഠനം പൂർത്തിയാക്കണം എന്ന് പറഞ്ഞിപ്പോ ഒരു അണക്കെട്ട് മേൽനോട്ട സമിതിയുടെ യോഗത്തിൽ ഇപ്പൊ തീരുമാനമായിട്ടുണ്ട്. അപ്പൊ ആ 12 മാസത്തിനുള്ളിൽ ഇതിന് വിശദമായ പഠനം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നിപ്പോ ഒരു നമ്മുടെ രാജേഷ് കശ്യപിന്റെ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന് വെയിറ്റ് ചെയ്യുക, ആ പഠനം നടക്കട്ടെ. അല്ല, ആ പഠനം നടക്കാൻ ഉണ്ടാകുന്ന കാരണം എന്താ? ഇത് ഈ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഇതവിടെ അനങ്ങിയത്. മാധ്യമങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, വയനാട് ദുരന്തം ഉണ്ടാകുന്നതിന് 4 ദിവസം മുമ്പ് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു കുട്ടി മുല്ലപ്പെരിയാർ തകരുമെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ ആ കുട്ടി ഇന്റർവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്തു. ഈ സീസണിലെ ആദ്യത്തെ വീഡിയോ. ബാക്കിയുള്ള ചാനലുകൾ എല്ലാവരും ചെയ്യുന്നതിന് മുമ്പ് ഈ സീസണിലെ മുല്ലപ്പെരിയാറിന്റെ ഫസ്റ്റ് വീഡിയോ ആങ്കർ ചെയ്ത ആളാണ് ഞാൻ. അതിനുശേഷം 4ാമത്തെ ദിവസം വയനാട് ദുരന്തം കേട്ടപ്പോൾ രാവിലെ ഞാൻ സങ്കടത്തോടെ ഞെട്ടിയോടെ ഞാൻ ആ കുട്ടിയുടെ അമ്മയെ വിളിച്ചു ചോദിച്ചു, മോൻ സ്വപ്നത്തിൽ കണ്ടത് മുല്ലപ്പെരിയാർ തന്നെയാണോ? ഇതല്ല, മുല്ലപ്പെരിയാർ തന്നെയാണ്, കുട്ടി വ്യക്തമായി പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ചർച്ചയായതുകൊണ്ട്, വയനാട് ദുരന്തം ഉണ്ടായതുകൊണ്ട്, അതുകൊണ്ടാണ് ഈ പഠനം ഇപ്പൊ വന്നിരിക്കുന്നത്. അല്ലാതെ മിണ്ടാണ്ടിരുന്നാൽ നമുക്കെല്ലാം ഇങ്ങനെ പഠനം നടത്തിക്കൊണ്ടിരിക്കും. ഇതാണ് എന്റെ ചോദ്യം. നമുക്കെല്ലാം അറിയുന്നത് ജനങ്ങളുടെ ഈ വിദഗ്ധർ പഠനം നടത്തി പറയുന്നത് ആ റിപ്പോർട്ട് അനുസരിച്ചുള്ള വിവരങ്ങളാണ് ഈ പഠനം നടത്തും. 1 കോടി ജനങ്ങളുടെ ജീവൻ കയ്യിൽ പിടിച്ചിട്ടാണ് ഈ പഠനം എന്ന് പറയുന്നത്. ഈ വർഷങ്ങളുള്ള വോട്ട് ബാങ്കായി ജനങ്ങളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി മുല്ലപ്പെരിയാർ ഇന്ന് അണക്കെട്ട് നിർമ്മിക്കും, നാളെ അണക്കെട്ട് നിർമ്മിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇവിടെ മുല്ലപ്പെരിയാറിന് വേണ്ടി എന്ത് ചെയ്തു? മുല്ലപ്പെരിയാർ വിഷയത്തിൽ അനുകൂലമായ സുപ്രീം കോടതി വിധി സമ്പാദിക്കാമെന്നിരുന്നിട്ടും കേരള സർക്കാരിന്റെ അനാസ്ഥയാണ്. നോക്കൂ, ഇത് ഈ എഗ്രിമെന്റ് പുതുക്കി കൊടുത്തത് എന്തിനാ? തമിഴ്നാട്ടിൽ നിന്ന് CPIക്ക് ഒരു MBA കൊടുക്കാം എന്ന് വാഗ്ദാനം കൊടുത്തിട്ടാണ് തമിഴ്നാടിന് വേണ്ടി ഈ എഗ്രിമെന്റ് പുതുക്കി കൊടുത്തത്. 999 വർഷത്തേക്ക് ഒരു അണക്കെട്ടിന്റെ എഗ്രിമെന്റ് വെക്കുക എന്ന് പറയുന്നത് തുക്ലക് പരിഷ്കാരം എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന സമ്പ്രദായമാണ്. ഓക്കെ, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. തമിഴ്നാടിന് വെള്ളം വേണം, തമിഴ്നാടിന് കൃഷി വേണം, തമിഴ്നാടിന് നിലനിൽക്കണം. അതിനുള്ള സൊല്യൂഷൻസും ഈ പറയുന്ന ആളുകൾ പറയുന്നുണ്ട്. ഈ പറയപ്പെടുന്ന മുല്ലപ്പെരിയാർ ഡാമിന് മുകളിൽ നിൽക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ കക്കി ഡാമിൽ നിന്ന് 50 കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ ഈ പറയപ്പെടുന്ന മുല്ലപ്പെരിയാറിന്റെ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് തന്നെ കണക്ട് ചെയ്ത് തമിഴ്നാട്ടിലേക്ക് വെള്ളം എത്തിക്കാൻ സാധിക്കും. അവിടുത്തെ 5 ജില്ലകൾ ഇത് പൊട്ടിയാൽ കൊടും വരൾച്ചയിലേക്ക് പോകുമെന്നുള്ള യാഥാർത്ഥ്യമാണ്. ജനങ്ങളുടെ അവസ്ഥ വളരെ ദുരിതമായിരിക്കും. അതിനും അപ്പുറത്തേക്ക് ഈ ശ്രീധരനെ പോലെയുള്ള ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നു ടണലുകൾ നിർമ്മിച്ച് വെള്ളം കൊണ്ടുപോകും. നിങ്ങൾ ഈ ഞങ്ങളുടെ ഭയം എറണാകുളത്ത് നടക്കുന്ന എനിക്ക് ഭയമുണ്ട്. ഞാൻ ആ ഇന്റർവ്യൂ ചെയ്തത് കൊണ്ട് തന്നെ ഇന്നലെ എനിക്ക് UK യിൽ നിന്ന് ഒരു ചേച്ചി എന്നെ വിളിച്ചു, ഒരു മാഡം. പുള്ളിക്കാരി എന്നോട് പറയുന്നത് എന്റെ ബന്ധുക്കളൊക്കെ നാട്ടിലാണുള്ളത്, ഒരു സമാധാനമില്ല കിടന്നുറങ്ങാൻ. കാരണം ആ ഇന്റർവ്യൂവിൽ അടിയിൽ നമ്മുടെ ഓഫീസ് നമ്പർ ഉള്ളത് കൊണ്ടാണ് ഈ വിളിക്കുന്നത്. സാർ പറ, എന്തെങ്കിലും സംഭവിക്കുമോ? അപ്പോൾ കാരണം അതിനകത്ത് ഡേറ്റ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികം ഉടനെ ഒന്നും സംഭവിക്കുന്നല്ല. ഇത് സംഭവിച്ചുകൂടെ? സംഭവിക്കില്ല എന്ന് എങ്ങനെയാണ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുക? നമ്മൾ ഒരിക്കലും ഇവിടെ സംഭവിക്കുന്ന പ്രതീക്ഷിക്കാത്ത കേട്ടപ്പോൾ ആദ്യത്തെ പേര് സുനാമി, നമ്മൾ ആദ്യമായിട്ട് കേട്ട പേരാ. സംഭവിച്ചില്ല ഇവിടെ. വയനാട്ടിലെ സംഭവം തന്നെ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്? ആരും പ്രതീക്ഷിച്ചില്ല. അല്ല, അത് പ്രതീക്ഷിക്കേണ്ടുന്നതായിരുന്നു. തലേ ദിവസം അവിടെ നിന്ന് വന്ന ചെളിയുടെ മണം, ചെളി കലങ്ങിയ വെള്ളം, വെള്ളത്തിന്റെ കുത്തൊഴുക്ക്, ഇതെല്ലാം കണ്ടിട്ട് ഇത് ഈ പറയപ്പെടുന്ന ലാൻഡ് സ്ലൈഡിംഗ് ആണെന്ന് കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാണ് അത്രത്തോളം മനുഷ്യരും മൃഗങ്ങളും സ്വത്തുവകകളും ദേശീയ തലത്തിൽ അവർ കൊടുത്തത്. പ്രാദേശിക തലത്തിലുണ്ടായ അനാസ്ഥയാണ്. പിന്നെ ദുരന്തം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ എല്ലാ മഴക്കാലത്തും കൊടുക്കുന്നതാണ്. അതവര് വെറുതെ മനോരമയുടെ ഒരു റിപ്പോർട്ട് ഞാൻ കണ്ടായിരുന്നു. അതിന്റെ തലേ ദിവസം ആ കുത്തിയൊലിക്കുന്ന വെള്ളത്തിന്റെ മുന്നിൽ നിന്ന് ഒരു റിപ്പോർട്ട് മനോരമയുടെ മാത്രം എല്ലാവരും റിപ്പോർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു വന്നത് ഇത് കേന്ദ്രത്തിന്റെ അനാസ്ഥയോ കേരളത്തിന്റെ അനാസ്ഥയോ പോയത് പാവങ്ങൾക്കാണേ. നാളെ ഇത് ഇവന്മാര് പറയാം, അയ്യോ അത് തമിഴ്നാട് കോടതിയിൽ വാദിച്ചതോടാ. എടാ, നിനക്കൊന്നും വയ്യെങ്കിൽ സുപ്രീം കോടതിക്ക് കേരളവും തമിഴ്നാടും എല്ലാം ഒരേപോലെയാണ്. അല്ല, അത് പക്ഷേ സുപ്രീം കോടതിക്ക് ഇതിനൊക്കെ അപ്പുറത്തേക്ക് നിയമങ്ങളാണ്. അവിടെ വാദിക്കുന്ന വക്കീൽ വെക്കുന്ന വാദമുഖങ്ങളാണ്. അങ്ങനെ വാദിക്കാൻ കേരള സർക്കാരിന് സാധിക്കുന്നില്ലെങ്കിൽ നീ ഈ പോയിട്ട് റസൽ ജോയി കൊടുത്തിരിക്കുന്ന ആ കേസിൽ കക്ഷി ചേരണം, അയാൾ വാദിച്ചോളും.
റസൽ ജോയി പറയുന്നത്രേ ഉള്ളൂ, എനിക്കൊരു 1 മാസം ഡൽഹിയിൽ നിൽക്കാനുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നെങ്കിൽ ഈ കേസ് ഞാൻ ജയിച്ചു വന്നേനെ. ഇനി നമുക്ക് മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് കൂട്ടാൻ തമിഴ്നാടിന് അനുകൂലമായ വന്ന വിധിക്ക് മേൽ കേരള സർക്കാർ അല്ല വിജയിച്ചത്, കേസ് നടത്തി വിജയിച്ചത് അഡ്വക്കേറ്റ് റസൽ ജോയിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തെ അങ്ങനെ ചെറിയ ആളായിട്ട് കാണരുത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം, ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു താങ്കളുടെ ലക്ഷ്യം എന്താ, താങ്കൾക്ക് എന്താണ്? എൻ്റെ വീട്ടിൽ വന്ന് നോക്കും, ഞാനൊരു പാവം പിടിച്ച വീട്ടിലെ ആളാണ്, വലിയ സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ല, ഇതും ഉണ്ടാകാൻ പോകുന്ന ഒരു അപകടമുണ്ട്, ഞാനും എൻ്റെ തലമുറയും എൻ്റെ വീട്ടുകാരും എനിക്ക് അറിയാവുന്ന ആളുകൾ ഒലിച്ചു പോകുമെന്ന ഉത്തമ ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് ഞാനിത് ഇതിനു വേണ്ടി മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. CPIയുടെ ഒരു MP കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ 3 ജില്ല നശിച്ചിട്ടും അതിനു വേണ്ടിയിട്ട് കേരള സർക്കാർ അങ്ങനെ നിലകൊള്ളുന്നു തോന്നുന്നു. അല്ല, ഇത് ഞാൻ പറഞ്ഞത് പഴയ ചരിത്രമാണ്, അതെ, ഇപ്പോഴത്തെ കാര്യമല്ല. ഞാൻ ബന്ധിപ്പിച്ച് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനൊരു ആശങ്ക ഉണ്ട് എങ്കിൽ, നിലവിലുണ്ട് എങ്കിൽ കേരള സർക്കാർ അങ്ങനെ അതിനു വേണ്ടിയിട്ട് നിലകൊള്ളുമോ? അല്ല, കേരള സർക്കാർ നിലകൊള്ളുമോ എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് അതിൻ്റെതായ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നം നിലനിൽക്കുള്ളൂ. അത് തന്നെയാണ് ഞങ്ങളുടെ ചോദ്യം. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിന് നിൽക്കുന്നത് എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ചോദ്യമാണ്. നമുക്കിപ്പോൾ BJP കേന്ദ്ര ജല കമ്മീഷനെ കൊണ്ട് അവിടെ ഈ നിരീക്ഷണം നടത്താൻ തീരുമാനിക്കുന്നു. BJPക്ക് അതിനകത്ത് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഇടതിനും വലതിനും മാറി മാറി ഭരിച്ചിട്ടും മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ തമിഴ്നാടിനെ പിണക്കിക്കൊണ്ട് BJP നേതൃത്വത്തിന്റെ സഹായത്തോടു കൂടി അവിടെ ഒരു സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ ഇടുക്കിയിലും കോട്ടയത്തും ആലപ്പുഴയിലും എറണാകുളത്തും BJPക്ക് അത് പറഞ്ഞ് വോട്ട് ചോദിക്കാൻ പറ്റും വരാൻ പോകുന്നത്. BJPക്കും കേരള സർക്കാരിനും അവരവരുടേതായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട്, അതുകൊണ്ടാണ് പൊട്ടില്ല എന്ന് പറയുന്നു എന്ന് നിങ്ങൾ വാദിക്കുമ്പോൾ, പൊട്ടും എന്ന് പറഞ്ഞ് ഈ കേരള ജനതയെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തുന്നതിൽ ഈ പൊട്ടുമെന്ന് പറയുന്നവർക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യം ഉണ്ടായിരിക്കാം എന്ന് പൊട്ടോ ഞാൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ. മനുഷ്യനിർമ്മിതമായ ഒരു സാധനം ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടുമല്ലോ. പൊട്ടും, സംരക്ഷിക്കുക. എങ്ങനെ സംരക്ഷിക്കുക? എങ്ങനെ പിടിച്ചെടുത്താൽ? അതിപ്പോ ഞാനല്ലല്ലോ തീരുമാനം. വിദഗ്ധരായി പറയുന്നത്, വിദഗ്ധരാണ് പറയുന്നത്. ഈ ശ്രീധരനടക്കം ടണലടിച്ച് വെള്ളം കൊണ്ടുപോകണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഇത് നാളെ ഇത് സംഭവിച്ചേക്കാം. ഹൈഡ്രോളജിസ്റ്റ് ഡാമുകളിൽ ഈ പറയപ്പെടുന്ന പഠനങ്ങൾ നടത്തുന്ന പാനലിന്റെ അധ്യക്ഷനായിരുന്ന ഹൈഡ്രോളജിസ്റ്റ് കൃത്യമായി പറയുന്നു ഇത് പൊട്ടും. അതെ, അല്ല, അടിയിൽ തന്നെ 3 ഭൂകമ്പങ്ങൾ ഉണ്ടായി എന്ന് രേഖപ്പെടുത്തുമ്പോൾ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായാൽ ഡാം ഉണ്ടാകും, ഈ 1 കോടി ജനങ്ങളുടെ ജീവനും പോകുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ചിലര് പറയുന്നു മുല്ലപ്പെരിയാർ പൊട്ടുന്നെങ്കിൽ പൊട്ടട്ടെ, പൊട്ടി വന്നാലും ഈ പറയപ്പെടുന്ന ചെറുതോണിയിലും ഇടുക്കിയിലും ഒന്നും സംഭവിക്കില്ല. ഇവരെന്താ കബഡി തരത്തി നോക്കിയോ? നോക്ക്, ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു ദുരന്തത്തിലേക്ക് പോയത് അറിയോ? വയനാട് ലാൻഡ് സ്ലൈഡിംഗ് കൊണ്ട് മാത്രമല്ല, ആദ്യമുണ്ടായ ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന മണ്ണും മരവും കല്ലും എല്ലാം കൂടി ചേർന്ന് ഒരു ഡാം പോലെ ആ നദിക്ക് കുറുകെ രൂപപ്പെട്ടു. ആദ്യത്തെ പൊട്ടലിൽ ഒഴുകി വന്ന വെള്ളവും ചെളിയും അവിടെ വന്ന് സ്റ്റോർ ചെയ്യപ്പെട്ടു. ഒരു ഡാമായി അത് രൂപാന്തരം പ്രാപിച്ചു. അവിടെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. ആദ്യത്തെ ഉരുൾപൊട്ടൽ എത്ര വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന ശക്തമായ ജലം ഈ അണക്കെട്ട് പ്രകൃതി തന്നെ ഉണ്ടാക്കിയെടുത്ത കുറച്ച് സമയത്തേക്ക് ഉണ്ടാക്കി അണക്കെട്ടിലേക്ക് ഒഴുകി വരികയും കെട്ടി നിന്ന ജലം ഒരുമിച്ച് പൊട്ടി പല വഴി കൂടുകയും ചെയ്തപ്പോഴാണ് ഇത്രയും വലിയ ദുരന്തം അവിടെ ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായും കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന് ഇനി എന്ത് പറഞ്ഞാലും അതിൻ്റെ പ്രഷർ കൂടുതലാണ്. ഈ സാധനം പൊട്ടി വന്നത് ഇത് ഇതിലേക്കൂടെ ഒഴുകും, എങ്ങനെയൊക്കെ ഒഴുകും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇതിവിടെ വൈൻഡ് ചെയ്യുമ്പോൾ ഞാൻ പറയാം, ഈ 3 ജില്ലകൾ അങ്ങ് ഒഴുകിപ്പോവും, കേരളം 2 ആകും. ഇത് മാത്രമൊന്നും അല്ല ഇതിൻ്റെ ഭീകരത ഉണ്ടാകുന്നത്. ഇത് ശക്തമായി കുത്തി ഒഴുകി വരുമ്പോൾ എറണാകുളത്തെ റിഫൈനറികളുണ്ട്, അവിടേക്ക് ഈ വെള്ളം ഒഴുകി വരും. അവിടെ നിന്ന് ഈ റിഫൈനറികൾ പൊട്ടി ഒഴിക്കുന്ന പെട്രോളിയം പ്രോഡക്ട്സ് വെള്ളത്തിന്റെ മുകളിൽ പരന്നൊഴുകും. ഈ വെള്ളം അറബിക്കടലിലേക്ക് ഒഴുകി ചെല്ലാൻ പോലെ അറബിക്കടൽ വരെ നിന്ന് കത്തും. വലിയ ഒരു ദുരന്തത്തിലേക്കായിരിക്കും കാണാൻ പോകുന്നത്. ചൈനയിൽ ഒരു ഡാം ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു ഹൈഡ്രോളജിസ്റ്റ് ചൈന സർക്കാരിനോട് പറഞ്ഞു ഈ ഡാം സുരക്ഷിതമല്ല, പൊട്ടുമെന്ന് പറഞ്ഞു. പാർട്ടി വിരുദ്ധനെന്ന് മുദ്രകുത്തി, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനെന്ന് മുദ്രകുത്തി അയാളെ സർവീസിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഡാം പൊട്ടി. ഔദ്യോഗിക കണക്കുകളനുസരിച്ച് 3 ലക്ഷം പേരാ മരണപ്പെട്ടത്. ഇതേപോലെ തന്നെ 17 TMC ജലം മാത്രമായിരുന്നു ആ പറയപ്പെടുന്ന ഡാമിലുണ്ടായിരുന്നത്. മുല്ലപ്പെരിയാറിലുള്ളത് 15 TMC. ഈ 15 TMC പൊട്ടി വന്നാൽ ഇടുക്കിയും ചെറുതോണിയും എല്ലാം കൂടി പൊട്ടിയാൽ 120 TMC ജലമാണ് കുത്തി ഒഴുകാൻ പോകുന്നത്. അതിന്റെ ഭീകരത ചെറുതല്ല. അത് പൊട്ടാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇതിന് ജനങ്ങളുടെ ഭീതി അകറ്റാനുള്ള ഉത്തരവാദിത്തം ഭരിക്കുന്ന സർക്കാരിനുണ്ട്. അത് കേരള സർക്കാരിനായാലും കേന്ദ്ര സർക്കാരിനായാലും. തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിനപ്പുറം ഈ ജനങ്ങളുടെ ജീവൻ വലുത് എന്ന് കാണുന്ന ഒരു സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യട്ടെ.